ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എനിക്കറിയാം ആർക്കും സമയമില്ല. സോ 30 സെക്കൻഡിൽ കാര്യം അറിയാണ്ടവർക്ക് പറയാം. കയ്യിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട്സും വിറ്റ് ക്യാഷ് ആക്കിയിട്ട് ആ ക്യാഷ് കൊണ്ട് പതിയെ ഗോൾഡ് വാങ്ങിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജോലി മുങ്ങാൻ പോവാണ്. അത് ലോക നന്മയ്ക്ക് ഇപ്പോൾ റിസഷൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് റിസഷൻ അവർ കൊണ്ടുവരാൻ പോകുന്നത്. റിസഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാരണം റിസഷൻ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കുറേ ആൾക്കാരുടെ ആവശ്യമാണ്. അപ്പോൾ ജോലി എന്തായാലും പോവും. ജോലി പോണതിന് മുന്നേ കയ്യിൽ INR ആയിട്ട് ക്യാഷ് ഉണ്ടാവണം. FD പോലുമല്ല. FD പിന്നെയും 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ കുഴപ്പമില്ല. INR ആയിട്ട് കയ്യിൽ ക്യാഷ് ഉണ്ടാവണം. സോ ഇനി 2 minutes അറ്റൻഷൻ സ്പാനുള്ള അവർക്ക് ആയിട്ട് പറയാണ്. അതായത് US ഗവൺമെൻറ്റിൻ്റെ കടം 38 ലക്ഷം കോടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 38 ലക്ഷം കോടിൻ്റെ ഇൻട്രസ്റ്റ് US ഗവൺമെൻറ് അടയ്ക്കേണ്ടത് ഏകദേശം 3 ലക്ഷം കോടി ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ GDPൻ്റെ ഒരു 30 to 40% ഈ 3 ലക്ഷം കോടി എന്ന് പറയുന്നത്. അത് അടയ്ക്കേണ്ടത് US ഡോളറിലാണ്. അപ്പോൾ ഈ US ഡോളറിൻ്റെ മൂല്യം ഒരു 30% കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു 30,000 അല്ലെങ്കിൽ ഒരു 30,000 കോടി ഡോളർ ലാഭം കിട്ടും US ഗവൺമെൻറ്റിന്. അപ്പോൾ US ഡോളറിൻ്റെ മൂല്യം കുറയ്ക്കാനാണ് അവർ നോക്കുന്നത്. പക്ഷേ US ഡോളറിൻ്റെ മൂല്യം കുറയും തോറും US ഡോളറിലാണ് 60% ലോകത്തിൻ്റെ ട്രേഡ്സ് നടക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ട്രേഡ്സിൻ്റെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്പനികൾ പൂട്ടേണ്ടി വരും. അങ്ങനെ കുറേ കമ്പനികൾ പൂട്ടുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യമാണ് നമ്മൾ ഇനി കാണാനിരിക്കുന്നത്. ഇനി 4 minutes അറ്റൻഷൻ സ്പാനുള്ള ആൾക്കാർക്കായിട്ട് ഇപ്പോൾ US ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ടെപ്സ്, അതായത് ഗവൺമെൻറ് റൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഗവൺമെൻറ് ബോണ്ട് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ US ഗവൺമെൻറ് ബോണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് US ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 കാറ്റഗറിയിലുണ്ട്. ട്രഷറി ബിൽസ്, ട്രഷറി നോട്ട്സ്, ട്രഷറി ബോണ്ട്സ്, ട്രഷറി ഇൻഫ്ലേഷൻ പ്രൊട്ടക്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ US ഗവൺമെൻറ്റിന് കുറച്ച് എമൗണ്ട് കടം കൊടുക്കുകയാണ്. അപ്പോൾ കടം കൊടുക്കുന്നത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കടം കൊടുക്കുക. അപ്പോൾ അങ്ങനെ കടം കൊടുക്കുന്ന പൈസയ്ക്ക് പകരം ഗവൺമെൻറ് എന്തെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ തരും. ആ പേപ്പർ അവർ ഉറപ്പ് തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നുള്ള രീതിയിലാണ് ഇത് തരിക. നമ്മൾ 100 രൂപ US ഗവൺമെൻറ് കൊടുത്താൽ അവർ മാസം ഒരു 5%, 6% US ഡോളറിൽ നമുക്ക് പലിശയായിട്ട് തരും. അപ്പോൾ ഈ 5% അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ അടുത്ത് നിന്ന് US ഗവൺമെൻറ് 100 രൂപ വാങ്ങിച്ചു. എന്നിട്ട് എനിക്ക് എല്ലാ മാസവും 5 വെച്ച് തരികയാണ്. എന്നിട്ട് ഇതൊരു 10 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ അങ്ങനത്തെ പീരീഡിലായിരിക്കും തരിക. 5 വർഷം വെക്കാം, 10 വർഷം വെക്കാം എന്നുള്ള രീതിയിൽ. 10ാമത്തെ വർഷമാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യും. പുതിയ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കടം വാങ്ങിക്കും, റോൾ ചെയ്യണ പോലെ. വേറൊരാളുടെ നിന്ന്
പൈസ വീണ്ടും കടം വാങ്ങിച്ചിട്ട് എൻ്റെ ഫണ്ട് സെറ്റിൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് US ഗവൺമെൻറ്റിന് ഇൻഫൈനറ്റ് ആയിട്ട് റോൾ ചെയ്യാൻ പറ്റും. 5 കൊല്ലം എൻ്റെ ഫണ്ട് യൂസ് ചെയ്ത് ഗവൺമെൻറ് റൺ ചെയ്തു. മാസം എനിക്ക് 5% വെച്ച് തന്നു. 5-ാമത്തെ വർഷം പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് വേറെ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിക്കും. ആ കടം വാങ്ങിച്ചിട്ട് അതിന് എൻ്റെ ഇത് സെറ്റിൽ ചെയ്യും. എൻ്റെ ക്യാഷ് സെറ്റിൽ ചെയ്തിട്ട് അങ്ങനെ ഇതിങ്ങനെ റോളായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ റോളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 5-ാമത്തെ വർഷത്തിൻ്റെ അവസാനം കടം തിരിച്ചു കൊടുക്കണമെങ്കിൽ US ഡോളറിൽ കൊടുക്കണമല്ലോ. അപ്പോൾ US ഡോളറിൻ്റെ മൂല്യം ഒരു 30-40% കുറച്ച എന്താവും, 30-40% കുറച്ച അത്രയും പൈസ US ഗവൺമെൻറ്റിന് ലാഭം കിട്ടും. അപ്പോൾ ഇതിപ്പോൾ $38 ട്രില്യൺ അടുത്ത് ഇതുപോലെ കടം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് 3% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ 38 ട്രില്യൺ അടുത്ത് ഇനി US ഗവൺമെൻറ് പുതിയ ബോണ്ട്, അതായത് പുതിയ ആൾക്കാരുടെ അടുത്ത് കടം വാങ്ങിക്കുന്നതിന് മുന്നേ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ കടം സെറ്റിൽ ചെയ്യണം. അപ്പോൾ കടം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് US ഡോളറിൻ്റെ മൂല്യം കുറവാണെങ്കിൽ അത്രയും ഗവൺമെൻറ്റിന് ലാഭമായി. അപ്പോൾ ഇതാണ് കളി. അപ്പോൾ ലാഭം കിട്ടുന്ന പരിപാടി ഒരിക്കലും ചെയ്യാതിരിക്കില്ല. അവരെന്തായാലും ലാഭം കിട്ടുന്ന പരിപാടികൾ ചെയ്യും. അങ്ങനെ വരുമ്പോൾ US ഡോളർ പൊട്ടും. US ഡോളർ പൊട്ടുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തുള്ള 60% ട്രേഡ് നടക്കുന്നത് US ഡോളറിലാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് US ഡോളർ, അതായത് ഇന്ന് ഒരു 10 കിലോ പ്രോൺസ് US അവർക്ക് എക്സ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവരുടെ അടുത്ത് പേയ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യണം. ഈ പേയ്മെൻറ്റ് ഇപ്പം $90 US ഡോളറിനാവുന്ന സമയത്ത് 10 കിലോ അയച്ചിട്ടുണ്ടെങ്കിൽ ആ US ഡോളർ 1-2 ദിവസത്തിൽ അത് 85-80 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $15 നഷ്ടം വന്നു. അപ്പം ഇങ്ങനെ US ഡോളർ പൊട്ടുമ്പോൾ എല്ലാ എക്സ്പോർട്ട് ബിസിനസ്സുകളിലും പ്രശ്നം വരും. അങ്ങനെ എക്സ്പോർട്ട് ബിസിനസ്സുകളിൽ വരുന്നൊരു ഇഷ്യൂ കാരണം അത് നമ്മളുടെ ഇന്ത്യൻ എക്കോണമിനെ ബാധിക്കും. രണ്ടാമത്തത് IT. നമ്മുടെ അതായത് $1,000 ഇപ്പോൾ ഏകദേശം 90,000 രൂപയാണെങ്കിൽ $1,000 ഒരു IT എംപ്ലോയിനെ കിട്ടുന്നത് ഡോളറിൻ്റെ മൂല്യം 60-50 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് $1,500 മുതൽ $2,000 അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇന്ത്യയിൽ ഒരു തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ IT-യിൽ ജോലി കുറയും. കാരണം ബെറ്റർ അവിടെ തന്നെ പണിയെടുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിൽ ജോലി കുറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20 ലക്ഷം തൊട്ട് 30 ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാർ IT-യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് ബിസിനസ് വരുന്നുണ്ട് IT ഇൻഡസ്ട്രി വഴി. അപ്പോൾ ഇത്രയും IT എംപ്ലോയീസിൻ്റെ ജോലി നശിക്കും. ഇത്രയും IT എംപ്ലോയീസിൻ്റെ ജോലി നശിച്ചു കഴിഞ്ഞാൽ അവർ വീട് വാങ്ങില്ല, അവർ കാർ വാങ്ങില്ല, അവർ ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കില്ല, അവർ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് ഇടില്ല. അപ്പോൾ ഈ ഇൻഡസ്ട്രികളെല്ലാം നശിക്കും. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വരും. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ആ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം ഫർദർ വേറെ സെയിലുകൾ കുറയും. ഇതിങ്ങനെ ഒരു ചുരുളി പോലെ ഇങ്ങനെ ചുരുണ്ട് എല്ലാവരുടെയും ജോലി പോവും. ആരുടെ അടുത്തും പൈസ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ആരുടെ അടുത്തും പൈസ ഇല്ലാതെ ആൾക്കാരെല്ലാം അവരുടെ സ്വർണവും അവരുടെ സ്ഥലവും അവരുടെ എല്ലാം കുറവ് വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് പണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ അസറ്റ് മൊത്തം കുറവ് വിലയ്ക്ക് വാങ്ങിക്കും. അപ്പോൾ ഇന്ത്യൻ എക്കോണമി പോകേണ്ടതും നമ്മളുടെ എല്ലാവരുടെയും ജോലി പോകേണ്ടതും പണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യമാണ്.
US ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്, അതായത് ഇത്രയും പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ ഗതികേടുമ്പോൾ എന്ത് ചെയ്യും, തോന്നിയ വിലയ്ക്ക് നമുക്ക് കുറവ് സാലറി, അതായത് ജീവിക്കാനുള്ള പൈസ തന്നാൽ തന്നെ നമ്മൾ പണിയെടുക്കുക എന്നുള്ളൊരു ലെവലിലോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ചീപ്പായിട്ടുള്ള ലേബറിനെയും കിട്ടുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഡിമാൻഡ് ചെയ്യണ സാലറി ഒന്നും നമ്മൾ അപ്പോൾ ഡിമാൻഡ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് പൈസയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എക്കോണമിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പണക്കാർക്ക് വേണ്ടതും എക്കണോമിക് ഫോളാണ്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ എത്ര മിനിറ്റായി? 11 minutes ആയി. ഇനി ഇതിൻ്റെ ബിയോണ്ട് അറ്റൻഷൻ സ്പാൻ ഉള്ളവരോട് ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള അസറ്റ് US ഗവൺമെൻറ്റിൻ്റെ ബോണ്ട് ഈൽഡ് ആയതുകൊണ്ടും എല്ലാ വലിയ വലിയ ആൾക്കാരും ഏറ്റവും സേഫായിട്ടുള്ള സാധനങ്ങൾ ഇടുള്ളൂ. നമ്മളാണ് തിരിച്ച് ചെയ്യുക, നമ്മൾ റിട്ടേൺസ് നോക്കാം. പക്ഷെ അവർ നോക്കുന്നത് സേഫ്റ്റിയാണ്. കുറവ് റിട്ടേൺസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും US ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഫെഡറൽ റിസർവിൽ. അങ്ങനെ അതേ സമയത്ത് ജപ്പാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ജപ്പാന് അവരുടെ ബാങ്കുകൾ വളരെ കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ കടം കൊടുത്തു തുടങ്ങി. അതായത് ഏകദേശം സീറോൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റുകളിൽ കടം കൊടുത്തു തുടങ്ങി. അങ്ങനെ 30 വർഷമായിട്ട് ഇങ്ങനെ കടം കൊടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊടുത്ത കടം എന്ത് ചെയ്തു ഈ വലിയ ഇൻവെസ്റ്റേഴ്സ്? അവർ എന്തായാലും ചീപ്പായിട്ട് പൈസ കിട്ടുമല്ലേ എന്ന് പറഞ്ഞാൽ ആ പൈസ വാങ്ങിച്ചിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള US ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങിച്ചു വെച്ചു. ഇത് ശരിക്കും ജപ്പാൻ എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതായത് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. ജപ്പാനിൽ സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും ജപ്പാന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും. കാരണം ജപ്പാൻ്റെ കറൻസി ഒരു പരിധിയിൽ താഴ്ന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവിടെ സാമ്പത്തിക മാന്ദ്യം വരികയും, അപ്പോൾ കറൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആൾക്കാർ ഫുള്ള് കറൻസി ചിലവാക്കാതെ അത് ഫുള്ള് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം FDക്ക്. അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക്സുകൾ നിലനിൽക്കണമെങ്കിൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും, ലോൺ കൊടുക്കണ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അങ്ങനെ ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം 30 കൊല്ലമായിട്ട് 30 ട്രില്യൻ്റെ അടുത്ത് ജാപ്പനീസ് ബാങ്കുകൾ പുറത്തോട്ട് കടം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ കുറവ് ഇൻട്രസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ജപ്പാനിലൊരു ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊടുത്ത അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫണ്ട് കൊണ്ടാണ് US ബോണ്ടുകൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ US ബോണ്ടുകൾ എന്ത് പറ്റും? US ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ജാപ്പനീസ് ബാങ്കുകൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഡിഫറൻസും കുറയും തോറും ഈ ട്രേഡ് ലാഭമല്ലാതാവും. അപ്പോൾ ലാഭമല്ലാതാവുകയും ചെയ്യും. രണ്ടാമത്തത്, ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ജപ്പാൻ്റെ കറൻസി വാല്യൂ കൂടി. അപ്പോൾ ജപ്പാൻ്റെ കറൻസി വാല്യൂ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ US ഡോളർ സ്പെൻഡ് ചെയ്തിട്ട് വേണം ഇൻട്രസ്റ്റ് അടയ്ക്കാൻ. അപ്പോൾ അത് വീണ്ടും നഷ്ടക്കച്ചവടം ആകുമ്പോൾ ഇവർ ഈ ജാപ്പനീസ് ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ച ഫണ്ട് കൊണ്ട് വാങ്ങിച്ച US ഡോളർ ബോണ്ടുകൾ മൊത്തം വിൽക്കാൻ തുടങ്ങും. അങ്ങനെ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് US ഡോളറിനെ വീണ്ടും ബാധിക്കും. അതൊരു പ്രശ്നം. രണ്ടാമത്തത്, US ഗവൺമെൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറേ ഫണ്ട് വേണ്ടി വരും. അപ്പോൾ അത് അവിടുത്തെ US ബാങ്കിനെ ബാധിക്കും. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അമേരിക്ക എന്ത് ചെയ്യും, എപ്പോഴും ജപ്പാനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ജപ്പാൻ ഇത് എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനാണ്. പക്ഷേ ഇപ്പം അമേരിക്കയ്ക്കും എല്ലാ പണക്കാർക്കും സാമ്പത്തിക മാന്ദ്യം ആവശ്യമായത് കൊണ്ട് ജപ്പാനിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ ഇവരുടെ എല്ലാവരുടെയും ആവശ്യം നടക്കുന്നതാണ്. സോ ഒരു ജാപ്പനീസ് ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട് അപ്പ് ഫ്രണ്ടായിട്ട്. മൂന്നാമത്തെ, ഇനി 30 മിനിറ്റ്സ് അറ്റൻഷൻ സ്പാനുള്ള ആൾക്കാർക്ക് ഉള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. എപ്പോഴും, അതായത് ഒരു കാര്യം നിലനിർത്തണമെങ്കിൽ, അതായത് ഈ ലോകത്ത് ഒരു കാര്യം ഒരുപാട് സമയത്തേക്ക് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ കാര്യം ഒരു സൈക്കിളിലൂടെ കൊണ്ടുപോകണം. അതായത് വളർച്ച, അതായത് എന്താ പറയുക, നിങ്ങൾക്ക് ജിമ്മിൽ വർക്കൗട്ടിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും 10 പുഷപ്പ് വെച്ച് കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സസ്റ്റൈനബിളായിട്ട് വർക്ക് ചെയ്യില്ല എന്നാണ് മാത്തമാറ്റിക്സും സയൻസും പറയുന്നത്. എപ്പോഴും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യം എലിയറ്റ് വേവ് പാറ്റേൺസിൻ്റെ ബേസിസിൽ വേണം ചെയ്യാൻ. എന്നാൽ മാത്രം അത് സസ്റ്റൈനബിളായിട്ട് പോളൂ എന്നാണ് മാത്തമാറ്റിക്സ് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഇമേജ് കണ്ടാൽ മനസ്സിലാവും, മേലെയുള്ള ഇമേജ് എലിയറ്റ് വേവ് പാറ്റേൺ. അതായത് വേവ് 1, വേവ് 2, വേവ് 3, വേവ് 4, വേവ് 5, എന്നിട്ട് വേവ് എ, വേവ് ബി, വേവ് സി. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ പാറ്റേണിലാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ലോകമായിട്ട് സിങ്ക് ആയാൽ മാത്രമല്ല അത് നിലനിൽക്കുള്ളൂ. ലോകമായിട്ട് സിങ്ക് ആയില്ലെങ്കിൽ ലോകം എന്ത് ചെയ്യും, അതിനെ അലോ ചെയ്യില്ല. കുറച്ച് ഹയർ കോൺസെപ്റ്റാണ്. പരിപാടി ഇത്രയേ ഉള്ളൂ. അതായത് എപ്പോഴും ഓരോ കാര്യങ്ങളും നിലനിർത്തേണ്ടത് എലിയറ്റ് വേവിൻ്റെ രീതിയിലായിരിക്കണം. അങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുള്ളൂ എന്നതാണ് പണക്കാരുടെ വിശ്വാസം. അതായത് വലിയ വലിയ റിച്ച് ഇൻവെസ്റ്റേഴ്സ് വിശ്വസിക്കുന്നത് അതായത് കൊണ്ട് അവരുടെ വെൽത്തും ഇതേ രീതിയിലേ വളർത്തുള്ളൂ. എലിയറ്റ് വേവാണോ ശരിയെന്ന് ഞാൻ പറയണില്ല. ലോകത്തിൻ്റെ ശരി എന്ന് പറയുന്നത് ആ ലോകം ഭരിക്കുന്നതോ അല്ലെങ്കിൽ ആ ലോകത്തുള്ള ടോപ്പ് 10% ആൾക്കാർ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ടോപ്പ് 10% ആൾക്കാർ വിശ്വസിക്കുന്നത് എലിയറ്റ് വേവ് തിയറിയിലാണ്. അപ്പോൾ എലിയറ്റ് വേവ് തിയറി പ്രകാരം നമ്മൾ ഓരോരോ സ്റ്റോക്ക് മാർക്കറ്റ്സ്, ആദ്യം ലോകത്തിൻ്റെ പ്രധാന എക്കോണമീസൊക്കെ എടുത്തു നോക്കാം. അതായത് US എടുക്കുകയാണെങ്കിൽ US-ൻ്റെത് ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ആണ്. US എക്കോണമിൻ്റെ ഗ്രോത്ത് നോക്കുന്നത്. സോ അത് നോക്കുമ്പോൾ അവരെന്താ പറയണത്, അവരുടെ എക്കോണമി നോക്കുകയാണെങ്കിൽ അതൊന്ന് മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, എലിയറ്റ് വേവിൻ്റെ 5th വേവ് എത്തി, അതായത് ടോപ്പ് എത്തി ഡൗ ജോൺസ്. ഇനി വേണമെങ്കിൽ S&P 500 കണ്ടുപിടിക്കുക. അതും US ഡോളറിൻ്റെ ഗ്രോത്ത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് പറയുന്ന സാധനമാണ്. ഇതുണ്ടോ, അതായത് ഇതൊരു എലിയറ്റ് വേവ് പാറ്റേൺ ആണ്. എലിയറ്റ് വേവ് പാറ്റേൺ വരച്ചു തരാം. സാങ്കേതിക വിദ്യ എന്നെ സമ്മതിക്കുന്നില്ല ഗൈസ്. സോ